ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. 10ാം തരത്തിലെ പ്രാഥമികഘട്ട പരീക്ഷ കേരള PSC നടത്തി വരികയാണ്. അതിലെ രണ്ടാമത്തെ ഘട്ടം അഥവാ രണ്ടാമത്തെ ഷിഫ്റ്റിലെ എക്സാം ഇന്ന് നടക്കുകയുണ്ടായി. അതായത് 25/2/2021 നടക്കുകയുണ്ടായി. അതിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. മൂത്തോൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഗീതു മോഹൻദാസിൻ്റെ ചിത്രമാണ് മൂത്തോൻ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നിവിൻ പോളിയാണ്. ഓപ്ഷൻ സി, നിവിൻ പോളി. ഇത്തവണത്തെ എക്സാമിനും അതുപോലെ തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്നിട്ടുള്ള എക്സാമിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാവും. അതായത് അടുപ്പിച്ച് 2 ചോദ്യങ്ങൾ റിലേറ്റഡ് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ കേരള ഫാക്റ്റൊക്കെ അടുപ്പിച്ച് 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഒരുപാട് മേഖലകളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. എന്നിരുന്നാൽ പോലും സെയിം സബ്ജക്റ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസൊക്കെ അടുപ്പിച്ച് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടും വ്യക്തമായിട്ടും പഠിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാവൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവും ആയ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ഏഴാഞ്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം അതിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഒരു വെർജീനിയൻ വെയിൽക്കാലം. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ്? ജലസമാധിയാണ്. ഓപ്ഷൻ സി, ജലസമാധി. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ആരാണ്? പ്രിയങ്ക ചോപ്രയാണ്. ഓപ്ഷൻ എ, പ്രിയങ്ക ചോപ്ര. ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേരാണ് ഭാരത് മാതാ ചൗക്ക്. ഭാരത് മാതാ ചൗക്ക്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. ഓപ്ഷൻ ഡി, ലോസ് ഏഞ്ചൽസ്. ലോകഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്ക് പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന 3ാമത്തെ ഭാഷ ഏതാണ്? ഓപ്ഷൻ സി, ഹിന്ദിയാണ്. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആരാണ്? ഡൊണാൾഡ് ട്രംപാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്കു ഭാഗത്താണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ള ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? തമ്മിലുള്ള വ്യത്യാസം എത്ര ഡിഗ്രിയാണ്? ഏകദേശം 30 ഡിഗ്രിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ട്രയാങ്കിൾ അഥവാ ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി അഥവാ ഓപ്ഷൻ ബി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഗംഗ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേര് ചില്ലാർ എന്നാണ്. ഓപ്ഷൻ സി, ചില്ലാർ. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യം കേരള PSC നേരത്തെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാഠപുസ്തകത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഇതിന് ആക്ച്വലി 2 ഉത്തരങ്ങൾ വരാം. ഒന്നാമത്തേത് ഉച്ഛലിത വൃഷ്ടി വേണമെങ്കിലും വരാം, അതുപോലെ തന്നെ സംവഹന വൃഷ്ടിയും വരാം. കുറച്ചും കൂടി മാച്ചാവുന്നത് സംവഹന വൃഷ്ടിയാണ്. ഇത് പാഠപുസ്തകത്തിൽ പറയുന്നതാണ്. സോഷ്യൽ സയൻസ് ജോഗ്രഫി സെക്ഷനകത്ത് കിടക്കുന്നതാണ്. കുറച്ചും കൂടെ മാച്ചാവുന്നത് സംവഹന വൃഷ്ടിയാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ഏതാണ്? ലൂ. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസ് ആണ്. ഓപ്ഷൻ ബി, പോർച്ചുഗീസ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷം ആയിരുന്നു? 1858. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതും രാജാറാം മോഹൻ റോയ് ആണ്. ഇതാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്. അടുപ്പിച്ച് 2 ചോദ്യങ്ങൾ ഒരേ മേഖലയിൽ നിന്നൊക്കെ വന്നിരിക്കുന്നു. സാധാരണ അങ്ങനെ വരാറില്ല. ഇത്തവണയും അതുപോലെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും, അതായത് ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അങ്ങനെ ഒരു പാറ്റേൺ കാണാൻ വേണ്ടി സാധിക്കും. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യ വിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് ശാന്തിവനം എന്നാണ്. ശാന്തിവനം. ഭരണഘടനയുടെ ആമുഖം
തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബംഗാളിൽ ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിൽ എത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശത്തെയാണ്. മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? അതും മൗലിക അവകാശങ്ങളാണ്. ഇതാ മുമ്പേ പറഞ്ഞത്, 2 ചോദ്യങ്ങൾ അടുപ്പിച്ച് ഒരേ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിരിക്കുന്നു. അപ്പം ഇത് തുടക്കക്കാർ ഒരു തവണയൊക്കെ വായിച്ചിട്ടുള്ള ആൾക്ക് കൺഫ്യൂഷനാവും. അവർ തീർച്ചയായിട്ടും ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടി ചാൻസ് ഇല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും BSc ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പം 2 ഉത്തരം അടുപ്പിച്ച് വരുമെന്നൊക്കെ ഒരു സാധാരണപ്പെട്ട ആൾ ചിന്തിക്കും. അങ്ങനെയുള്ളവരെ വീഴ്ത്തുക അല്ലെങ്കിൽ കുഴയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ അടുപ്പിച്ച് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ BSc ഈ ഒരു പാറ്റേൺ ചോദിച്ച് കാണുന്നത്. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടന അനുസരിച്ച് ഡാഷാണ്. ഇതിൻ്റെ ആൻസർ ഇതൊന്നുമല്ല. കാരണം മൗലിക അവകാശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക അവകാശം അല്ല. കാരണം വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 വയസ്സ് വേണം. അപ്പം 18 വയസ്സിൽ താഴെ ഉള്ളവരുടെ കേസോ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. നിയമം മൂലം നിർബന്ധിതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല. കാരണം വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ശിക്ഷയൊന്നുമില്ല. മൗലിക സ്വാതന്ത്ര്യം, അപ്പം കുറേയധികം സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 15. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഓപ്ഷൻ സി രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുവാൻ അധികാരം ഉള്ളത് ആർക്കാണ്? രാഷ്ട്രപതി. നമ്മൾ മുമ്പേ പറഞ്ഞ അതേ പാറ്റേൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ ഡി ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് ഡേറ്റാണ്? 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയെ പറ്റി മാത്രം ഇപ്പോൾ 3 ചോദ്യങ്ങൾ ആയി. കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കേരളത്തിൻ്റെ വടക്കു ഭാഗം നോർത്തിലെ കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? ഈ ഒരു ചോദ്യം ക്യാൻസൽ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം വ്യക്തമല്ല ഈ ഒരു ചോദ്യം. കേരളത്തിലെ മഴയാണോ, കർണാടകത്തിലെ മഴയാണോ, അതോ ഇന്ത്യയിലെ മഴയാണോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. നമുക്കറിയാം കേരളത്തിൽ 300 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഇല്ലതാനും. അപ്പം ഈ ഒരു വേനൽക്കാലത്തല്ല, മൊത്തം കേരളത്തിൽ കിട്ടുന്ന 300 സെൻറ്റിമീറ്റർ മഴയായിരുന്നു. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണാണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണ്. തട്ടേക്കാട് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? എറണാകുളമാണ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? മാസ്റ്റർ വീവർ എന്നത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൈത്തറി വ്യവസായമായിട്ടാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഥവാ കുഫോസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പള്ളിവാസൽ മുതിരപ്പുഴയിലാണ്. 1940 അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1972. സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. മലബാറിലെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? തിരുമംഗലം, കൊല്ലമാണ്. സെയിം സംഭവം തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിലും ചോദിച്ചു. കൊല്ലം റിലേറ്റഡ് ആയിരുന്നു അതും. ഇവിടെയും കൊല്ലം റിലേറ്റഡ് ആണ് നാഷണൽ ഹൈവേ ചോദിച്ചിരിക്കുന്നത്. അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെയാണ്? അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? ആഗമാനന്ദ സ്വാമി ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാടാണ്. ഓപ്ഷൻ സി പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓപ്ഷൻ എ ഗാന്ധിജി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. ഓപ്ഷൻ ബി തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം എവിടെയാണ്? വെങ്ങാനൂർ. സെയിം ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഷിഫ്റ്റിലും ഉണ്ടായിരുന്നു. 5 തെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? 1697.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങാണ്. ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഞ്ചരക്കണ്ടിയിലാണ്. ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? തോമസ് ഹാർവേ ബാബറാണ്. പല കഥകളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പറയുന്നത് തോമസ് ഹാർവേ ബാബറിൻ്റെ കേസ് മാത്രമാണ്. ഇദ്ദേഹം ഡയമണ്ട് വിഴുങ്ങിയെന്നും ഒക്കെയാണ് വേറെ കഥയുള്ളത്. ഇദ്ദേഹം ഡയമണ്ട് വിഴുങ്ങിയാണ് മരിച്ചതെന്നൊക്കെ അങ്ങനെയും കഥകളുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തോമസ് ഹാർവേ ബാബറിൻ്റെ കാര്യമാണ് പറയുന്നത്. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? 4 തരം. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം അറിയപ്പെടുന്ന പേര് പ്ലൂറ. ആൻറ്റിജൻ ഇല്ലാത്ത രക്ത ഗ്രൂപ്പ് O ഗ്രൂപ്പ്. ശരീരത്തിൻ്റെ തുലന അവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. 64 സെറിബെല്ലം. അടുത്ത ചോദ്യത്തിൻ്റെ ആൻസറും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരേ ചോദ്യമാണ്. അതായത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം അറിയപ്പെടുന്ന പേര് സെറിബെല്ലം എന്നാണ്. കണ്ടോ? അപ്പം വ്യക്തമായിട്ടൊരു പാറ്റേൺ കാണുന്നുണ്ട്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒന്നല്ല, ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്ന പേര് എന്താണ്? എക്സെൻട്രിക് എന്നാണ്. എക്സെൻട്രിക് കോൺട്രാക്ഷൻ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ടുന്ന ജീവകം ഏതാണ്? ജീവകം കെ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററായിട്ടുള്ള രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആമസോൺ മഴക്കാട്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. 2n² എന്നുള്ളതാണ് ഇക്വേഷൻ. 2n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെല്ലിൻ്റെ നമ്പർ. KLMN എന്നുള്ളത് 1 2 3 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2n² അവിടെ 2n². കാരണം ഇത് പറയാൻ കാരണം അടുത്ത എക്സാമിനും ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നേക്കാം. അപ്പോൾ K ആയിരിക്കില്ല, L-O M-O N-O ആയിരിക്കാം. എന്നിൻ്റെ അവിടെ 1 2 3 4 എന്നുള്ള വാല്യൂയിൽ ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ഓർഡറിലാണ്? അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ അഥവാ അസെൻഡിങ് ഓർഡറിൽ. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയമാണ്. ഓപ്ഷൻ സി പ്രോട്ടിയം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഓക്സിജൻ. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്ത് സംഭവിക്കും? കുറയും. പ്രതലബലം കുറയും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാളും കുറവായിരിക്കും. ഓപ്ഷൻ എ കുറവായിരിക്കും. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്തുവാൻ ഡാഷ് സമയം മതിയാകും? 8.2 മിനിറ്റ് അഥവാ 500 സെക്കൻഡ് ഏകദേശം. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണ്? ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗാണ്. എർഗ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. ഓപ്ഷൻ എ മീറ്റർ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് പിണ്ഡം. ഓപ്ഷൻ ബി പിണ്ഡം. അടുത്ത ചോദ്യം, 81ാമത്തെ ചോദ്യം. 1നും 50നും ഇടയിലെ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 ആയി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? 81ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ 2 ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 2. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ൻ്റെ ഗുണിതം ഏതാണ്? 6 3 2 6 4. അതായത് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. 1.72ൻ്റെ പകുതിയോട് 0.42 അതിൻ്റെ 3-1 കൂട്ടിയാൽ കിട്ടുന്ന തുക എത്രയാണ്? 83ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 84ാമത്തെ ചോദ്യം നോക്കുക. 84. ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഫ്രാക്ഷനാണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം 85ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, അതുപോലെ ഓപ്ഷൻ നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് 11.6 ആണ്. താഴെ പറയുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏതാണ്? 86ാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 87. 100.5. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ. 88ാമത്തെ ചോദ്യം വായിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ
10%. ഓപ്ഷൻ സി 10%. 89ാമത്തെ ചോദ്യം. ഇത് കൃത്യമായിട്ടൊരു ആൻസർ ഇല്ല ഇതിൻ്റെ, അതായത് ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ക്യാൻസലായി പോകാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. 90ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 40 മിനിറ്റ് ആണ് ഇതിൻ്റെ ആൻസർ, 40 മിനിറ്റ്. 91ാമത്തെ ചോദ്യം 110 91ാമത്തെ ചോദ്യം. 93ാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം 11. 94ാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം 15. 95ാമത്തെ ചോദ്യം ഇതിൻ്റെ ആൻസർ ആക്ഷൻ, അതായത് എക്സാമിനേഷനുമായി ബന്ധമില്ല. എന്തിന്? ഈ ഒരു വേർഡിൻ്റെ അകത്തുനിന്ന് റീസണിങ് ടൈപ്പ് ചോദ്യമാണ്. ആക്ഷനാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. 96ാമത്തെ ചോദ്യം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ക്യാൻസലാണ്. താഴെ പറയുന്നവയിലെ വ്യത്യസ്തമായിട്ടുള്ള നാര് ഏതാണ്? ടെർലിനാണ്, ബാക്കിയെല്ലാം നാച്ചുറലാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം ഏതാണ്? ബാറ്ററിയാണ്, ഓപ്ഷൻ സി ബാറ്ററി. 99ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇതിൻ്റെ ഉത്തരം 20, ഓപ്ഷൻ ബി 20. അവസാനത്തെ ചോദ്യം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 31. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. ബാക്കിയുള്ള 2 സ്റ്റേജിലെ എക്സാമും കൂടെ കഴിയണം. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് സ്റ്റേജിനേക്കാളും ഒരല്പം കൂടെ പാടുള്ള ഒരു എക്സാം ആയിരുന്നു. 2 കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കുഴപ്പം. 2 കറണ്ട് അഫയേഴ്സ് ആയിരുന്നു കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. ഇത്തവണ ഇവിടെയും നമുക്ക് റിപ്പീറ്റഡ് ചോദ്യങ്ങളും അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുമാണ് ബാക്കിയെല്ലാമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മേഖല, പ്രത്യേകിച്ചും സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല വെയിറ്റേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവിടെ നിന്ന് തന്നെ ഡീപ്പായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇനി എക്സാം ഉള്ളവർ ആ ഒരു രീതി തുടരുവാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.